അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ശ്രീമദ്ദേവി ഭാഗവതം പ്രഥമസ്കന്ധം 18-ാമത്തെ അധ്യായം പാരായണം ചെയ്യണം. അഥ അഷ്ടാദശോऽധ്യായ. സൂത ഉവാച ശ്രുത്വാ തമാഗതം രാജാ മന്ത്രിഭിഃ സഹിതഃ പുരഃ പുരോഹിതം കൃത്വാ ഗുരുപുത്രം സമഭ്യഗാത്. കൃത്വാർഹണാം നൃപഃ സമ്യക് ദത്താസനമനുത്തമം. പപ്രച്ഛ കുശലം ഗാം ച വിനിവേദ്യ പയസ്വിനിം. സ ച താം നൃപപൂജാം വൈ പ്രത്യഗൃഹാദ്യഥാവിധി. പപ്രച്ഛ കുശലം രാജ്ഞേ സ്വം നിവേദ്യ നിരാമയം. കൃത്വാ കുശലസംപ്രശ്നമുപവിഷ്ടം സുഖാസനെ. ശുകം വ്യാസസുതം ശാന്തം പര്യപൃച്ഛത പാർത്ഥിവ. കിം നിമിത്തം മഹാഭാഗ നിസ്പൃഹസ്യ ച മാം പ്രതി. ജാതം ഹ്യാഗമനം ബ്രൂഹി കാര്യം തന്മുനിസത്തമാ. ശുക ഉവാച വ്യാസേനോക്തോ മഹാരാജ കുരു ദാരപരിഗ്രഹം. സർവേഷാമാശ്രമാണാം ച ഗൃഹസ്ഥാശ്രമ ഉത്തമ. മയാ നാംഗീകൃതം വാക്യം മത്വാ ബന്ധം ഗുരോരപി. ന ബന്ധോസ്തീതി തേനോക്തോ നാഹം തൽകൃതവാൻ പുനഃ. ഇതി സന്ദിഗ്ധമനസം മത്വാ സ മുനിസത്തമാ. ഉവാച വചനം തഥ്യം മിഥിലാം ഗച്ഛമാശുച. യാജ്യോസ്തി ജനകസ്തത്ര ജീവന്മുക്തോ നരാധിപ. വിദേഹോ
ലോകവിദിത പാതി രാജ്യമകണ്ടകം കുർവൻ രാജ്യം തഥാ രാജ മായാപാശൈർന ബധ്യത്തെ ത്വം ബിഭേഷി കഥം പുത്ര വനവൃത്തി പരം തപ പശ്യ തം നൃപശാർദൂലം ത്യജ മോഹം മനോഗതം കുരുദാരാൻ മഹാഭാഗ പൃച്ഛ വാ ഭൂപതിം ച തം സന്ദേഹം തേ മനോജാതം കഥയിഷ്യതി പാർത്ഥിവ തച്ഛ്രുത്വാ വചനം തസ്യ മാമേഹി തരസാ സുത സംപ്രോക്തോഹം മഹാരാജ തത്പുരേ ച തദാജ്ഞയാ മോക്ഷകാമോസ്മി രാജേന്ദ്ര ബ്രൂഹി കൃത്യം മമാനഘ തപസ്തീർത്ഥവ്രതേജ്യാശ്ച സ്വാധ്യായസ്തീർത്ഥസേവനം ജ്ഞാനം വാ വദ രാജേന്ദ്ര മോക്ഷം പ്രതി ച കാരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം 18-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 14 കൂടിയുള്ള ശ്ലോകങ്ങളുടെ പരിഭാഷ ഭാഷാഗാനമായി നതോന്നതാവൃത്തത്തിൽ വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ പാടി സമർപ്പിക്കുന്നു. സൂതൻ പറഞ്ഞു: അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഗുരുപുത്രൻ ശുകനെത്തി എന്നു കേട്ടു മഹാരാജൻ, ഗുരുമന്ത്രി സമേതനായി അവിടെയെത്തി. വിശിഷ്ടമാം പീഠം തന്നിൽ ഇരുത്തി പൂജകൾ ചെയ്തു, ഗോദാനവും നടത്തി കുശലം ചോദിച്ചു. പൂജകളെ സ്വീകരിച്ചു സൗഖ്യമെന്നു ചൊല്ലി ശുകൻ, പൂജകൻ രാജനോടു കുശലം ചോദിച്ചു. കുശല പ്രശ്നങ്ങൾ ചെയ്തു സുഖാസനത്തിലിരിക്കും ശുകനോടു ഏവം രാജാവന്വേഷിച്ചല്ലോ. മഹാഭാഗനായ മുനെ നിസ്പൃഹനാമവിടുന്നു, മമ രാജ്യത്തേക്കെത്തുവാൻ കാരണമെന്തേ? അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ശുകൻ പറഞ്ഞു: സർവ ആശ്രമങ്ങളിൽ വെച്ചേറെ ശ്രേഷ്ഠം ഗാർഹസ്ഥ്യം താൻ, അതിനാൽ ഗൃഹസ്ഥനാകൂ വ്യാസൻ പറഞ്ഞു. ഗാർഹസ്ഥ്യം ബന്ധനമെന്നു അറിഞ്ഞ ഞാൻ താതവാക്യമാണെങ്കിലും അതിനെയും സ്വീകരിച്ചില്ല. അതു ബന്ധനമല്ലെന്നു അച്ഛൻ ചൊല്ലി പലവട്ടം, എങ്കിലും ഞാൻ വിവാഹത്തെ നടത്തിയില്ല. എന്നിൽ സംശയത്തെ കണ്ടു മിഥിലയിലേക്കു പോകൂ എന്നു വ്യാസൻ ചൊല്ലി സത്യമതൊന്നു മാത്രം. പൂജാർഹനാം ജനകനാം മഹാരാജന വീടുണ്ട്, അദ്ദേഹമോ ജീവൻ മുക്തനാകും രാജൻ താൻ. ലോകത്തിൽ പ്രസിദ്ധനായ വിദേഹനാം രാജരാജൻ ശത്രുഭയരഹിതനായി രാജ്യം ഭരിപ്പൂ. അമ്മേ ദേവി,
അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. രാജ്യത്തെ നശിച്ചിടിലും ഹരേ, രാജ്യത്തെ ഭരിച്ചിടിലും മായാപാശബദ്ധനല്ല, വനവൃത്തി നേടിയ നീ പേടിച്ചിടുന്നു. രാജസിംഹം വിദേഹനെ കാണുക നീ വൈകിടാതെ, മനസ്സിലെ മോഹമെല്ലാം ഉപേക്ഷിക്കുക. അതിനുശേഷമോ ഭവാൻ വിവാഹത്തെ നടത്തുക. ആ രാജാവിനോടു ഭവാൻ ചോദിച്ചിടുക, നിന്റെ മനസ്സിങ്കലുള്ള സംശയങ്ങൾ മുഴുവനും നിസ്സങ്കോചം രാജനോടു ചോദിച്ചിടുക. അദ്ദേഹം പറയുന്നതു ശ്രദ്ധയോടെ കേട്ടിടുക. അനന്തരം എന്നടുത്തു തിരിച്ചെത്തുക. അതു കേട്ടു വന്നു ഞാനും അവിടുത്തെ സവിധത്തിൽ. മോക്ഷം നേടാനെന്തു ഞാനും ചെയ്യുക വേണം. തപം വ്രതം യാഗം പുണ്യ തീർത്ഥവാസം തീർത്ഥാടനം ജ്ഞാനം ഇതില്ലേതൊന്നാണു മോക്ഷകാരണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ദേവീ നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവീ വാഴുക എൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവീ നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവീ നിന്നുടെ പാദപങ്കജമതിൽ ചേരേണമേ നിത്യവും. അമ്മയെ അറിയാൻ എന്ന ദേവീഭാഗവത ജ്ഞാനയജ്ഞം ഇന്ന് 92ാമത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോൾ പ്രഥമസ്കന്ധത്തിൽ 18ാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ 14 ശ്ലോകങ്ങളാണ് നമ്മൾ പാരായണം ചെയ്തതും ഭാഷാഗാനമായി പാടിയതും. അതിനെ പ്രഭാഷണ രൂപത്തിൽ ഒന്നുകൂടി വിസ്തരിക്കാനുള്ളൊരു ശ്രമം, അതാണ് ഇപ്പോൾ നമ്മൾ നടത്തുന്നത്. സൂതൻ പറയുകയാണ്, ജനകൻ ശ്രീശുകന് നൽകിയ ഉപദേശമാണ് ഈ അധ്യായത്തിൻ്റെ കാതലായി നിലനിൽക്കുന്നത്. സൂതൻ പറയുന്നു, ശ്രുത്വാ തമാഗതം രാജ മന്ത്രിഭി സഹിത ശുചി പുരോഹിതം കൃത്വ ഗുരുപുത്രം സമഭ്യഗാൽ. ഗുരുപുത്രനായ ശുകൻ വന്നിരിക്കുന്നു, ഗുരുപുത്രം സമഭ്യഗാൽ വന്നിരിക്കുന്നു എന്ന് കേട്ട്, ശ്രുത്വ കേട്ടിട്ട്, അവിടെ ആ തമാഗതം ഗുരുപുത്രം, അവിടേക്ക് വന്നിട്ടുള്ള ഗുരുപുത്രനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് കേട്ടിട്ട്, രാജാ മന്ത്രിഭി സഹിത, രാജാവ് ആ ജനകമഹാരാജാവ് തൻ്റെ മന്ത്രിമാരോടുകൂടി വളരെ ശുദ്ധമായി ശുചിയായി പുരോഹിതം കൃത്വ, പുരോഹിതനെ മുൻനിർത്തി അദ്ദേഹത്തിൻ്റെ ഈ ശുകൻ്റെ വ്യാസപുത്രൻ്റെ ഗുരുപുത്രൻ്റെ സമീപത്തേക്ക് എത്തിച്ചേർന്നു.
കൃത്വാർഹണാം നൃപ സമ്യക് ദത്താസനമനുത്തമം പപ്രച്ഛ കുശലം ഗാം ചാവിനിവേദ്യ പയസ്വിനിം. അദ്ദേഹം വന്നിട്ട്, രാജാവ് വന്നിട്ട് ഏറ്റവും ഉത്തമമായ അനുത്തമം ആസനം ദത്ത, ഏറ്റവും വിശേഷമായിട്ടുള്ള ആ പീഠം കൊടുത്തിട്ട്, സിംഹാസനം കൊടുത്ത് അദ്ദേഹത്തെ വേണ്ടതുപോലെ കൃത്വ അർഹണാം നൃപ, ആ രാജാവ് പൂജകളൊക്കെ ചെയ്തു. പിന്നെ കുശലങ്ങളൊക്കെ ചോദിച്ചു. കറവ പശുവിനെ പയസ്വിനിം ഗാംച വിനിവേദ്യ, കറക്കാൻ സാധിക്കുന്ന ധാരാളം പാലുള്ള ഒരു പശുവിനെ പശുദാനമായിട്ടും കൊടുത്തു. സചതാം നൃപപൂജാം വൈ പ്രത്യഗൃഹാത് യഥാവിധി. ശുകൻ രാജാവിൻ്റെ പൂജയെ യഥാവിധി അതേപോലെ തന്നെ സ്വീകരിച്ചു. അതിൽ എതിർപ്പൊന്നും പറഞ്ഞില്ല. പിന്നീട് താൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് രാജാവിനോട് കുശലങ്ങൾ അങ്ങോട്ട് ചോദിച്ചു. അങ്ങയുടെ ആ വിശേഷങ്ങളൊക്കെ പറയൂ എന്നുള്ള രീതിയിൽ. അങ്ങനെ കൃത്വാ കുശല സംപ്രശ്നം ഉപവിഷ്ടം സുഖാസനെ, അവിടെ ഈ കുശലപ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് വളരെ സുഖാസനത്തിൽ, ആ സിംഹാസനത്തിൽ ഇങ്ങനെ ഇരിക്കണു ശുകൻ. അങ്ങനെ ശാന്തനായ വ്യാസപുത്രനായിരിക്കുന്ന ശുകൻ പര്യപൃച്ഛത പാർത്ഥിവ, ആ ശുകൻ അങ്ങനെ ഇരിക്കുമ്പോൾ ശുകനോട് രാജാവ് ചോദിക്കുകയാണ്. എന്താ ചോദിച്ചത്? കിം നിമിത്തം മഹാഭാഗ, ഹേ മഹാഭാഗനായിരിക്കുന്ന മുനേ, നിസ്പൃഹസ്യ ച മാം പ്രതി, ഒട്ടും ആസക്തിയില്ലാത്ത അങ്ങ് എൻ്റെ അടുത്തേക്ക് കിം നിമിത്തം എന്തുകൊണ്ടാണ് വന്നത്? ജാതം ഹി ആഗമനം ബ്രൂഹി കാര്യം തൻ മുനിസത്തമ, മുനിശ്രേഷ്ഠനായിരിക്കുന്ന അങ്ങ് എൻ്റെ അടുത്തേക്ക് വന്നത് എന്തിനാണ്? ശുകന്റെ മറുപടിയാണ് നമ്മൾ തുടർന്നുള്ള ശ്ലോകങ്ങളിൽ കേൾക്കണത്. ശുകൻ പറയുകയാണ്, വ്യാസേനോക്തോ മഹാരാജ, വ്യാസൻ പറഞ്ഞു എന്ത്? കുരുദാരപരിഗ്രഹം, ഒരു വിവാഹം കഴിക്കൂ. സർവേഷാം ആശ്രമാണാം ച ഗൃഹസ്ഥാശ്രമ ഉത്തമ, എല്ലാ ആശ്രമങ്ങളിലും ശ്രേഷ്ഠമായത് ഗൃഹസ്ഥാശ്രമമാണ്, അതുകൊണ്ട് വിവാഹം കഴിക്കൂ എന്ന് വേദവ്യാസൻ എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു. മയാനാംഗീകൃതം വാക്യം മത്വ ബന്ധം ഗുരോരപി, അച്ഛനാണ് പറഞ്ഞത്, ഗുരുവാണ് പറഞ്ഞത് എങ്കിൽ പോലും ആ വാക്കിനെ അംഗീകൃതം, ഞാൻ അതിനെ അംഗീകരിച്ചില്ല. കാരണം എന്താ? അത് ബന്ധനത്തിന് കാരണമാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ അതിനെ അംഗീകരിച്ചില്ല. ന ബന്ധോസ്തീതി തേനോക്തോ നാഹം തൽകൃതവാൻ പുന, അതൊരിക്കലൊരു ബന്ധനമല്ല, വെറും ബന്ധം മാത്രമാണ് എന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും പറഞ്ഞു. പക്ഷേ ഞാൻ അത് ചെയ്തില്ല. ഏത് ചെയ്തില്ല? ഞാൻ വിവാഹം ചെയ്തില്ല. എന്നിട്ടോ ഇതി സന്ദിഗ്ധ മനസ്സം മത്വാസ മുനിസത്തമ, എൻ്റെ മനസ്സ് വല്ലാതെ സന്ദിഗ്ധഘട്ടത്തിലാണ്, വലിയ സംശയമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ശ്രേഷ്ഠനായ വേദവ്യാസൻ എന്നോട് പറഞ്ഞു, ഉവാച വചനം തഥ്യം മിഥിലാം ഗച്ഛ മാശുച, അതുകൊണ്ട് നീ ദുഃഖിക്കേണ്ട, നീ മിഥിലയിലേക്ക് പോവൂ എന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു. യാജ്യോസ്തി ജനകസ്തത്ര ജീവൻ മുക്തോ നരാധിപ വിദേഹോ ലോകവിദിത പാതി രാജ്യമകണ്ഠകം. പൂജാർഹനായിരിക്കുന്ന ജനകമഹാരാജാവ്, നരാധിപൻ അവിടെ ഉണ്ട്. അദ്ദേഹം ജീവൻ മുക്തനാണ്, അദ്ദേഹം രാജാവാണ്. ലോകപ്രസിദ്ധനായ ലോകവിദിത വിദേഹോ, ആ ലോകം മുഴുവൻ അറിയുന്ന വിദേഹൻ, ശത്രുഭയമില്ലാതെ പാതി രാജ്യം അകണ്ഠകം, ശത്രുക്കളുടെ പേടിയില്ലാതെ രാജ്യത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. കുറുവൻ രാജ്യം തഥാ രാജ മായാപാശൈർന ബധ്യത്തെ ത്വം ബിഭേഷി കഥം പുത്ര വനവൃത്തി പരം തപ. അങ്ങനെ രാജ്യം ഭരിക്കുന്നവനാണെങ്കിലും അദ്ദേഹം മായാപാശൈർന ബധ്യത്തെ, മായാപാശത്തിൽ, മായയിൽ മോഹിതനല്ല, മായാപാശത്താൽ അദ്ദേഹം ബന്ധിതനല്ല. ത്വം ബിഭേഷി കഥം പുത്ര വനവൃത്തി പരന്തപ.
ശത്രുക്കളെ ജയിക്കാൻ കഴിവുള്ളവനായിരിക്കും നീയ് വനവൃത്തി സ്വീകരിച്ചിട്ടും എന്തിനാണ് അങ്ങനെ ഭയപ്പെടുന്നത്? അദ്ദേഹത്തിന് മായാപാശ ബദ്ധനല്ലാത്തത് കൊണ്ട് ഒന്നിനെയും പേടിയില്ല. രാജ്യം ഭരിക്കുന്നവനാണ്. എന്നിട്ട് പോലും നീ വനവൃത്തിയെ ആശ്രയിച്ചിട്ടും നീ പേടിക്കണു. അതുകൊണ്ട് പശ്യതം നൃപശാർദൂലം, അതുകൊണ്ട് ആ നൃപശാർദൂലം, ആ രാജസിംഹത്തെ നീ കാണുക, സന്ദർശിക്കുക. ത്യജമോഹം മനോഗതം, നിന്റെ മനസ്സിലുള്ള മോഹത്തെ ഉപേക്ഷിക്കുക. കുരുദാരാൻ മഹാഭാഗ പൃച്ഛവ ഭൂപതിം ചതം, പിന്നെ വിവാഹം കഴിക്കുക, അല്ലെങ്കിൽ എന്തു വേണം എന്ന് ആ രാജാവിനോട് തന്നെ ചോദിക്കുക. സന്ദേഹം തേ മനോജാതം കഥയിഷ്യതി പാർത്ഥിവ, നിന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന, നിന്റെ മനസ്സിനെ പിടികൂടിയിരിക്കുന്ന മനോജാതം സന്ദേഹം, അത് മുഴുവൻ അദ്ദേഹം നിന്നോട് പറഞ്ഞു തീർക്കും. അദ്ദേഹം പറയുന്നത് കേട്ടിട്ട് മകനെ ത്വം നീയ വേഗം മാമേഹി തരസ, വളരെ പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരണം എന്ന് സംപ്രോക്തോഹം മഹാരാജാവേ, ഇങ്ങനെ പറയണത് കേട്ടിട്ട് തത്പുരേച്ച തദാജ്ഞയാ, അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടുകൂടി അവിടെ നിന്ന് വരികയാണ്. മോക്ഷകാമോസ്മി രാജേന്ദ്ര ബ്രൂഹി കൃത്യം മമാനഘ, ഹേ പാപമില്ലാത്തവനെ, അനഘനായിരിക്കുന്ന രാജാവേ, മോക്ഷമാഗ്രഹിക്കുന്ന ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്ക് പറഞ്ഞു തരണേ. തപസ്തീർത്ഥവ്രതേജ്യാശ്ച സ്വാധ്യായസ്തീർത്ഥസേവനം ജ്ഞാനം വാ വദ രാജേന്ദ്ര മോക്ഷം പ്രതി ച കാരണം. രാജാവേ, തപസ്, തീർത്ഥാടനം, വ്രതങ്ങൾ, യാഗം, സ്വാധ്യായം, അതേപോലെ പുണ്യതീർത്ഥവാസം, ജ്ഞാനം, ഇതിൽ ഏതാണ് മോക്ഷത്തിന് കാരണമായിരിക്കുന്നത്? അത് എനിക്ക് പറഞ്ഞു തരണേ എന്ന് പറയുകയാണ്. വദ രാജേന്ദ്ര, മോക്ഷത്തിന് കാരണമായിരിക്കുന്നത് എന്താണ്? അത് തപസ്സാണോ, തീർത്ഥാടനമാണോ, പുണ്യതീർത്ഥങ്ങളിലെ താമസമാണോ, ജ്ഞാനമാണോ, വ്രതമാണോ, യാഗമാണോ, സ്വാധ്യായമാണോ, ഏതാണ് എന്ന് എനിക്ക് പറഞ്ഞു തരണേ എന്ന ശ്രീശുകന്റെ ചോദ്യത്തോടുകൂടി നമ്മൾ ഇന്ന് ഭഗവതിയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുകയാണ്. അതിന് ജനകൻ നൽകുന്ന മറുപടിയാണ് നമ്മൾ നാളെ കേൾക്കുക. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ
അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാ. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം
ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.